കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു എന്നൊക്കെ ഒരു പാർട്ടി സെക്രട്ടറി ഞങ്ങൾ പത്രസമ്മേളനം നടത്തുന്നത്. കേരളത്തിലെ കാഴ്ചയിൽ ഒരാളും അതൊന്നും കാണുന്നില്ല. കേരളത്തിലെ ആണ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് പറയാം. ഒരു പാർട്ടി സെക്രട്ടറി അങ്ങ് പറയാണ്. സത്യം പറഞ്ഞാൽ അണികളെ പ്രകോപിപ്പിച്ച് വിടുകയല്ല അക്രമം ഉണ്ടാക്കും. ഈ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. ഈ കത്രിക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മറക്കാൻ വേണ്ടി അണികളെ പ്രകോപിപ്പിച്ച് വിടുകയല്ലേ. നിങ്ങൾ ഏത് ദൃശ്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് തിരിക്കുന്നത്? നിങ്ങൾ ആരാ കണ്ടത്? പെടലി പിടിച്ച് തിരിക്കുന്നു? ആരാ കൈ പിടിച്ച് തിരിച്ച് വളർത്തുന്ന ഓടിക്കാൻ ശ്രമിക്കുന്നൊക്കെ നിങ്ങൾ ആരാ കണ്ടത്? കൊല്ലാൻ ശ്രമിച്ചതിന് കേസെടുക്കുക, വധശ്രമത്തിന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചെടിച്ചട്ടി കൊണ്ട് മനുഷ്യരുടെ തലക്കടിച്ച് പൊട്ടിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കരിങ്കൊടി കാണിച്ചപ്പോൾ അത് വധശ്രമമാണെന്ന് പറയുന്ന കുതന്ത്രമൊന്നും ഇനി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചെലവാവില്ല, വിലപ്പോവില്ല. ഒരു സംശയം അക്കാര്യത്തിന് വേണം. അപ്പം നിങ്ങളെല്ലാവരും ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് ഞങ്ങൾ കണ്ടു, നിങ്ങൾ വരെ പരിശോധിക്കുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് അവരെന്നെ അവിടെ നിന്നിട്ട് പറയാണ് അവർക്ക് കിട്ടിയ 3 ആംഗിളിലുള്ള ദൃശ്യമൊക്കെ കിട്ടിയ ചില ചാനലുകളൊക്കെ പറയുന്നു അവരുടെ ഒരു ആംഗിളിലും അങ്ങനെ ഒരു അക്രമം നടക്കുന്നതായിട്ട് കാണുന്നില്ല എന്ന് പറയുന്നു. 2 ക്യാമറ, പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ ക്യാമറ നിങ്ങൾ വാർത്തകൾ കൊടുത്തത് കണ്ടു. അത് പരിശോധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടെ വാർത്തകളാണ് കണ്ടത്. അതിനകത്തും ഈ പ്രവർത്തകർ അങ്ങോട്ട് 10-35 പോലീസും സ്ഥലത്തേക്ക് ഈ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയതായിട്ട് കാണുന്നില്ല എന്ന് പറയുന്നു. ഇനി അതും കഴിഞ്ഞ് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയിരുന്നിട്ട് യാത്ര തുടരാൻ തീരുമാനിച്ചെടുക്കുന്നു. പിന്നെ എന്താ പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടായത് എന്നുള്ളത് അതൊക്കെ പിന്നെ ആളുകൾക്ക് ആലോചിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഒരു സമരത്തിലും ആർക്കും പരിക്കേൽക്കണം ആഗ്രഹിക്കുന്നവരല്ലേ. ഞങ്ങളിപ്പോൾ തുടർച്ചയായിട്ട് ഏറ്റുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ചെടിച്ചട്ടി അക്രമം വരെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇല്ലാത്ത ഒരു അക്രമം ഒരു മന്ത്രിസ്ഥാനത്തിരുന്നിട്ട് അത് പ്രചരിപ്പിക്കുക, അതിൻ്റെ പേരിൽ പാർട്ടി ഓഫീസുകൾ കത്തിക്കുക, അതിൻ്റെ പേരിൽ സംസ്ഥാനത്തോടുള്ള അക്രമം ഉണ്ടാക്കുക, ഇതിൻ്റെ ഈ പറയുന്ന ഭരണനാളുകൾ അവസാനിക്കാറായി എന്നുള്ളത് ഒരു തിരിച്ചറിവാണ്. വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ട മീനിനെ പോലെയാണ് പലരും പെരുമാറുന്നത്. വെപ്രാളപ്പെടുക, പെടയുക അതിൻ്റെ ഭാഗമാണ്. അല്ലാണ്ട് ഞങ്ങൾക്കൊരു ദൃശ്യങ്ങളിലും അവിടെയുള്ള ഒരാളിനെ അവിടുത്തെ ഒരു സാഹചര്യങ്ങളിലും വെച്ച് നോക്കിയിട്ട് ഒരു അക്രമവും ആരോഗ്യമന്ത്രിക്കെതിരെ കേസ് പ്രവർത്തകർ നടത്തിയായിട്ട് കാണുന്നില്ല. മാത്രമല്ല അവരിങ്ങോട്ട് വിടറാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോട്ടറാന്നൊക്കെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ദൃശ്യങ്ങളിൽ പറയുന്നത് കേട്ടത്. അവിടെ നിന്ന് പോലീസ് പിന്നെ മാത്രമല്ല ഇന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇന്നിപ്പോൾ എന്താ ഒരു കറുത്ത കഷ്ണത്തിൻ്റെ ഇത് അവിടെ കണ്ടോ, ഇതാണ് അക്രമം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം നടത്താൻ നോക്കി. അത് തുടക്കത്തിൽ അതും പാളിപ്പോയി. കാര്യം പിന്നെ അത് അംഗരക്ഷകൻ്റെ തന്നെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ കഴുത്തിലെ ടാഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ചാൽ ഇതിൻ്റെ അടുത്ത കാര്യം വരാതിരിക്കാൻ സംരക്ഷിക്കാൻ പിടിച്ച് ഈ കഴുത്തിന് പിടിക്കും. ഇങ്ങനെയല്ല, ഇപ്പോഴല്ല. ജനം ബാലറ്റിലൂടെ കഴുത്തിന് പിടിക്കും. കഴുത്തിന് പിടിച്ച് തന്നെ പുറത്താക്കും. അതിന് ഇനി അധിക ദിവസം വേണ്ടി വരും.